ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കൂടിയ കൂട്ടത്തിൽ ബീഫൊക്കെ വെച്ചു. ഒരു സൈഡിൽ കപ്പയും റെഡിയാക്കി. 2024 അവസാന രാത്രി കപ്പയും ബീഫും കഴിച്ച് അവസാനിപ്പിക്കാം. വാഴയില വെട്ടാൻ പോയ പോക്കാണ് ഈ കണ്ടത്. ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്നു. എല്ലാവരും കിട്ടിയ സ്ഥലങ്ങളിലേക്ക് അങ്ങ് ഇരുന്നു. എല്ലാവരും തീറ്റി തുടങ്ങി. എനിക്കും കിട്ടി കുറച്ച് കപ്പയും ബീഫും. ഇനി ഞാൻ ഈ കൊല്ലം ബീഫൊന്നും കഴിക്കില്ല. അങ്ങനെ അവസാനത്തെ കപ്പയും ബീഫും കഴിച്ചു. എന്നിട്ട് നേരെ പോയത് ജംഗ്ഷനിലേക്ക്. അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അമ്മയുടെ ഒക്കെ ഈ കൊല്ലത്തെ അവസാനത്തെ ചീത്തയും കേട്ടു. ഞങ്ങൾ എല്ലാവരും കൂടി ക്യാരംസ് കളിക്കാൻ തീരുമാനിച്ചു. 12 മണിയോളായി. എല്ലാവരും വീട്ടിലേക്ക് പോയി. ഞാനും വീട്ടിലേക്ക് പോയി. പുതുവത്സരം പിറന്നു. ഞാൻ ഉണർന്നു. രാവിലെ ഞാൻ ഒരു കുളിയൊക്കെ കഴിഞ്ഞു. എണീക്കാൻ ലേറ്റായുണ്ട്. രാവിലത്തെ കാപ്പിക്ക് വരെ കിട്ടിയത് ചോറായിരുന്നു. ചോറും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വണ്ടിയുടെ ബാക്കിലത്തെ ടയർ പഞ്ചർ. എന്തായാലും പുതുവത്സരം കൊള്ളാം. അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടിച്ചോട്ടിച്ച് ടയർ കടയിലെത്തി. കാറ്റ് പോകുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ കാണാം കൊടുങ്കാറ്റ് പോകുന്നു. ടയർ മാറേണ്ടി വരും. പുതിയ ടയർ അങ്ങ് മാറി. രാവിലെ തന്നെ 10,500 അങ്ങ് പോയി കിട്ടി. പിന്നെ ഒരു പച്ച ശലഭത്തിനെ കണ്ടു. കുറച്ച് ഹലുവ അടിച്ചു. SBI രാവിലെ തന്നെ പണി മുടക്കി. ബാലൻസ് നോക്കാൻ പറ്റുന്നില്ല. നോക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കാം കാണിക്കാത്തത്. 1/1/2025 തുടങ്ങിയപ്പോൾ തന്നെ കുഴപ്പമാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് കുറച്ചൊക്കെ കറങ്ങി. ബന്ധു വീട്ടിലേക്ക് ഒന്ന് പോയി വന്നപ്പോഴേക്കും സമയം ഉച്ചയോടെ അടുത്തു. നേരെ വീട്ടിൽ പോയി അമ്മ വീണ്ടും ചോറ് തന്നു. പ്ലേറ്റിൽ ചോറിനേക്കാളും കൂടുതലും മീൻ പൊരിച്ചതായിരുന്നു. ഇന്നത്തെ ദിവസം ഒരു 500 തവണ കറണ്ട് പോയി. ചൂടെടുത്ത് പ്രാന്തായ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും സമയം 5 മണിയായി. വണ്ടി എടുത്തിട്ട് നേരെ പോയത് വെഞ്ഞാറമൂട്ടിലേക്ക്. വണ്ടി ഒരു സൈഡിലേക്ക് വെച്ചിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ നോക്കി. അറിയാലോ വെഞ്ഞാറമൂടാണ്. നടന്നായാലും റോഡിന് അപ്പുറം എത്താൻ കുറച്ച് സമയം എടുക്കും. നേരെ ഒരു ചായക്കടയിലേക്ക് പോയി ഒരു 3 കടി മേടിച്ച് വീട്ടിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ നേരെ കല്ലറോട്ട് വിട്ടു. ഇനി വേണം എനിക്ക് 2025 ആദ്യത്തെ ചായ കുടിക്കാൻ. ആദ്യത്തെ ചായ കയ്യിലേക്ക് കിട്ടി. ആസ്വദിച്ച് കുടിച്ചിട്ട് പകുതി കളഞ്ഞു. പെട്രോൾ അടിക്കാൻ പമ്പിലേക്ക് പോയി. ഇന്നത്തെ ദിവസം വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. കയ്യിലിരുന്ന പൈസ പോയതല്ലാതെ 1 രൂപ ഇങ്ങോട്ട് കിട്ടിയില്ല. വീട്ടിൽ വന്നപ്പോഴേക്കും വീണ്ടും കറണ്ടില്ല. ഇനി കുറച്ചു നേരം ഇരുട്ടത്തിരിക്കാം. ഹാപ്പി ന്യൂ ഇയർ.